ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് നീളത്തിലുള്ള ഈ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതിനെ ഒന്ന് ഇതേപോലെ 4 ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്ക് പോർഷനിൽ കീ ഹോളൊക്കെ ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് തുടങ്ങാം. ഷോൾഡർ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ആം ഹോളും ഒരു 4 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണേൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീം അലവൻസിന് വേണ്ടി. അതിനുശേഷം ഒരു 5.5 ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ആ 2 ലൈനും കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴേക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്ത് ഒന്ന് എടുക്കാം. എനിക്കൊരു 8.5 ഇഞ്ചിലൊക്കെ മതിയാവും ടോപ്പിൻ്റെ ലെങ്ത്ത്. അപ്പം ഞാൻ ആ മുകളിലെ സീം അലവൻസ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് എത്രയാണോ 8.5 എടുക്കുന്നുണ്ട് ആ 8.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതൊരു 1 ഇയർ ബേബിയുടെ മെഷർമെൻറ്റാണ്. അപ്പം അത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് താഴത്തെ ഷേപ്പ് ഒരു 5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സീം അലവൻസിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗത്തൊക്കെയുള്ള ആ മാർക്കിങ്ങിലേക്ക് പോകാം. ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ആ മാർക്കിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അത് നമുക്ക് ആദ്യം ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ചിൽ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കല്ലാതെ ഒരു ഷോൾഡർ ആ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ അതിനുശേഷം അവിടെ നിന്ന് ഓരോ 1/2 ഇഞ്ച് വിട്ടിട്ട് ആദ്യത്തെ 1/2 ഇഞ്ചിൽ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. വീണ്ടും ഒരു 1/2 ഇഞ്ച് താഴേക്ക് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മളുടെ ആ ഒരു 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ എത്തും. അതിന് ശേഷം ഫ്രഞ്ച് കർവോ മറ്റും വെച്ച് അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ആ നമ്മൾ ഡോട്ട് ചെയ്ത ആ ലൈനിലേക്ക് കൂടി ഒന്ന് ഈ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കണം. പിന്നീട് നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 1 ഇഞ്ചിൽ നെക്ക് റൗണ്ടും ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാവുന്നതാണ്. അവിടെ നമുക്കൊരു കോളർ പോലെയുള്ള ഒരു പീസ് വരും ഹൾട്ടർ നെക്കിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അതും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. അതോടെ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല പീസിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് മുന്നേ ബാക്ക് പീസ് 2 പീസായിട്ട് ഓപ്പണിങ് ബാക്കിലായതുകൊണ്ട് അതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. 2 ആം ഹോളും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശം ഉള്ളിലായി വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ നോർമലി ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് നെക്കൊക്കെ ഫിനിഷ് ചെയ്യില്ലേ അതേ രീതിയിൽ ആം ഹോളിൻ്റെ ഭാഗത്താണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം അതൊരു നോച്ചൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ച് ഇതേപോലെ എടുക്കുക. പിന്നീട് അതിനൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു ടോപ്പിൽ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. കാരണം അതിങ്ങനെ നീറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്കിനി ബാക്ക് പാർട്ട് നമ്മൾ 2 പീസായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയും ഓരോ ആം ഹോൾ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിലെ ഓപ്പണിംഗ് ആണ് കേട്ടോ. അവിടെ നമ്മൾ ഹുക്കാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ചിലും 2 ഇഞ്ചിലും 2 സ്ട്രെയിറ്റ് പീസ് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോർമലി ബ്ലൗസിനൊക്കെ ഹുക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് ആ പടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതേപോലെ 2 ഭാഗത്തെയും ആ പീസ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോളറിന് വേണ്ടിയിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 12 ഇഞ്ച് ുള്ളൊരു പീസാണ് എടുക്കുന്നത്. നോർമലി കുട്ടികളുടെ എത്രയാണോ നെക്ക് റൗണ്ട് ആ നെക്ക് റൗണ്ടിനനുസരിച്ചിട്ട് വേണം ഈ കോളർ ബാൻഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ റൗണ്ട് വരുന്നത് അതിൽ നിന്ന് ഒരു 1 ഇഞ്ച് കൂടുതലായിട്ടാണ് ഞാൻ ഈ 12 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അത് കുറച്ചുകൂടി കോളർ ഫിറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. ചെയ്തതിന് ശേഷം നമുക്ക് ആ കോളർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് നെക്കിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് സ്കേർട്ടിൻ്റെയൊക്കെ ബാൻഡ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആ ഫ്രണ്ടിലെ പോർഷൻ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബാൻഡിൻ്റെ 2 സൈഡും ഉള്ളിലേക്കാക്കിയിട്ട് ഒരു ചെറിയൊരു 1/4 ഇഞ്ചിൽ 2 സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പീസൊക്കെ ഒന്ന് ഇതേപോലെ എല്ലാം ഒന്ന് നിവർത്തി വെക്കാം. എന്നിട്ട് കോളറിൻ്റെ ബാൻഡിൻ്റെ അറ്റം നമുക്ക് ആ ബാക്കിലെ ഓപ്പണിങ്ങിൻ്റെ അറ്റം ഒരുപോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഇതേപോലെ 2ൻ്റെ അറ്റം ഉണ്ടല്ലോ അറ്റത്തുനിന്ന് വേണേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതിങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ വെച്ചൊക്കെ നോക്കിക്കഴിയുമ്പം മനസ്സിലാവുകയെ. അപ്പോൾ ഇതേപോലെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോളറ് ക്ലോസ് ചെയ്യാണ് വേണ്ടത്. അത് നമ്മുടെ സ്കേർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ എഡ്ജിൽ കൂടെ മൊത്തം ഒന്ന് സ്റ്റിച്ച്
എടുത്താൽ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. താഴ്ഭാഗവും നമ്മൾ സാധാരണ നോർമലി ടോപ്പിൻ്റെയൊക്കെ താഴ്ഭാഗം ഫിനിഷ് ചെയ്യുന്ന പോലെ ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതേപോലെയാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്യണേ.